സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞ് ഇപ്പോൾ വലതുപക്ഷം ഈ ഭരണപക്ഷമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കാലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയുള്ള 5 വർഷം, അത് കഴിഞ്ഞിട്ടുള്ള വീണ്ടുമുള്ള 5 വർഷങ്ങൾ ഇനി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇനി എന്താണ് ഭരണമാറ്റം ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ UDF അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ UDFൻ്റെ പ്രകടന പത്രികയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ VD സതീശൻ അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി, അല്ലെങ്കിൽ എഴുതി ചേർക്കുകയുണ്ടായി. എന്താണ് അവർ എഴുതി ചേർത്തിരിക്കുന്നത്, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെ എന്താണ് അവരുടെയൊക്കെ ഒരു അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള അവരുടെ ആശയങ്ങളും അവരുടെയൊക്കെ ഐഡിയോളജിയൊക്കെ എന്താണ്, അതൊക്കെ നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ UDFൻ്റെ നല്ല സമയമാണോ മോശം സമയമാണോ ഇനി വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പോൾ പ്രകടന പത്രികയിൽ ആദ്യമായിട്ട് UDF പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. KSRTC ബസ്സുകളിൽ പോകുന്ന സ്ത്രീകൾക്ക്, അത് പഠനത്തിനായിക്കോട്ടെ, ജോലിക്കായിക്കോട്ടെ, മറ്റെന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ, അവർക്കെല്ലാം സൗജന്യ യാത്ര ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് UDF ഈ രീതിയിൽ പറയുന്നത്? KSRTC എന്ന് പറയുന്നൊരു മേഖല, ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്രയും അധികം ഇന്ന് ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത് UDF സർക്കാരാണോ? ഒരിക്കലുമല്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന KSRTC ഇത്രയും അധികം കുതിച്ചുയർന്ന അല്ലെങ്കിൽ വലിയ ലാഭകരമാം വിധം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഈ KSRTCയിൽ സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കാമെന്ന് UDF അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അത് ഈ പറയുന്ന ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ KSRTCയെ വലിയ ലാഭത്തിലാക്കി കട്ടപ്പുറത്തിരിക്കുന്ന എല്ലാ KSRTC ബസ്സുകളും നിരത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്ന KSRTC ബസ്സുകൾ ഇന്ന് ട്രഡീഷണലിലേക്ക് മാറ്റിക്കൊണ്ട് പണ്ടത്തെ കാലം വിളിച്ചോതുന്ന രീതിയിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ കാരണം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രത്യേക ഇടപെടലുകൾ കാരണം ആ കട്ടപ്പുറത്തിരിക്കുന്ന പല വണ്ടികളും ഇന്ന് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ആസ്വാദ്യകരമാക്കുന്ന രീതിയിൽ KSRTCക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവോ ആ രീതിയിലെല്ലാം KSRTCയെ വൻ ലാഭത്തിലേക്ക് കുതിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം നല്ല രീതിയിൽ തയ്യാറായിട്ടല്ല, ഇടതുപക്ഷം നല്ല രീതിയിൽ മുന്നിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ UDFന് വെക്കാൻ സാധിക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KSRTC വൻ ലാഭത്തിലാണ്. ആരോഗ്യ മേഖല നമ്പർ 1 ആണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയും നമ്പർ 1 ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് കേരളത്തിനെ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഐക്യവും ഒത്തൊരുമയും ഒക്കെ കൊടുത്ത, അല്ലെ കേരളത്തിനെ മതേതരമാക്കിയ ഒരു സർക്കാർ തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സർക്കാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി, അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ കൈകടത്തിക്കൊണ്ട് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, അല്ല ഞങ്ങളുടെ ഇമ്പാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാൻ ശ്രമിക്കുക എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ എന്താണ് KSRTC ബസ്, അല്ലെങ്കിൽ എന്താണ് UDF മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഈ പറയുന്ന അരുൺകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നിരുന്ന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാട് മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTCയെ വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസ്സിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പൊ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരിവപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രമല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. മാത്രമല്ല അങ്ങനെയല്ലല്ലോ നിങ്ങൾ അഡ്രസ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേരളത്തിലെ യാത്രാ സംവിധാനത്തിന് സൗജന്യ യാത്ര എന്നുള്ളതല്ല, കേരളം അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താതെ പോയത്? കർണാടകയെ കൊണ്ട് പ്രയോഗിച്ച് അതേ സാധനം എടുത്ത് ഇവിടെ ഇടുക, തെലങ്കാനയെ കൊണ്ട് പ്രഖ്യാപിച്ച് അതേ സാധനം എടുത്ത് കേരളത്തിൽ കൊണ്ട് വിൽക്കുക. അതെങ്ങനെ? രണ്ടും ടെറൈനല്ലേ, രണ്ട് സമൂഹമല്ലേ? അത് അഡ്രസ് ചെയ്യണ്ടേ? എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ KSRTC ലാഭത്തിലാക്കിയ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഈ സ്ത്രീകൾക്ക്
സ്ത്രീകൾക്കൊന്നും സൗജന്യമൊന്നും ആ അർത്ഥത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ അവർക്ക് ആവശ്യം അന്തസ്സോടെ തൊഴിലെടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കി 1991 വന്ന സർക്കാരിന്റെ പേര് കോൺഗ്രസ് സർക്കാർ എന്നാണെന്ന് നമുക്കറിയാമല്ലോ. KSRTC കണ്ടില്ലേ, വളരെയധികം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഡോക്ടർ അരുൺകുമാർ ഈ പറയുന്ന ഇടതുപക്ഷം ഒരുക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ എടുത്ത് കഴിച്ചുകൊണ്ട് അത് വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന കൊങ്ങിക്കുട്ടന്മാർ. അതിനെപ്പറ്റിയാണ് അരുൺകുമാർ വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വലതുപക്ഷം ഇന്ന് ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഒരുക്കി കൊടുത്തതുകൊണ്ട് മാത്രം അതിൻ്റെ വാലും പിടിച്ചുകൊണ്ട് നടക്കുന്നതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഇനിയും ബാക്കി അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം. ഇതൊക്കെ നടപ്പിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കണ്ട് വിലയിരുത്തേണ്ട കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഒരു പ്രഹസനമാണോ അതോ പ്രകടന പത്രികയാണോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പിന്നെ വേറെ ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടി എക്സ്ട്രാ ക്യാഷ് ഇട്ടുകൊണ്ട് ആ ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. എല്ലാ ദിവസവും കിട്ടും, എല്ലാ മാസവും കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നില്ല, വർദ്ധിപ്പിക്കുമെന്നൊരു കാര്യം പറയുന്നുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. പിന്നെ ആരോഗ്യ മേഖലയിലാണെന്നുണ്ടെങ്കിലും കാരുണ്യ ബെനവലൻ്റ് ഫണ്ട്, ശ്രുതി തരംഗം തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കും. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് ഷീ ഹോസ്പിറ്റലുകൾ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണോ ഇടതുപക്ഷം ഈ നാട്ടിൽ നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങളിലെല്ലാം കൈകടത്തിക്കൊണ്ട് അവിടെ കുറച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടമായിട്ട് ഈ പറയുന്ന വലതുപക്ഷം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, പൊതുമേഖല, ഈ പറയുന്ന ഗതാഗതമായിക്കോട്ടെ, എല്ലാ രീതിയിലും അവരെന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഒരു തുമ്പത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളും ഇതിനെയൊക്കെ ഈ രീതിയിലാക്കാൻ പോവുക എന്ന് പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, മാറാത്തതിന് മാറുമെന്ന് NDA ഒക്കെ പറയുന്നത് പോലെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ഒരു പ്രഹസനവുമായിട്ടൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മാറാത്തത് മാറുമെന്ന് UDFൻ്റെയും ഒരു മുദ്രാവാക്യമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, മാറാത്തത് മാറാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ, പൂർവികർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് അത് ഞങ്ങളുടെ ഒരു ഗുണം കൊണ്ടാണ്, അല്ലെ ഞങ്ങളുടെ വരവ് കൊണ്ടാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഈ പ്രകടന പത്രിക ഒരു പ്രഹസന പത്രിക ആകാതിരിക്കട്ടെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കട്ടെ, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇനി എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? ഈ പറയുന്ന ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്ത് അവരനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന വലതുപക്ഷം വരുന്ന സമയത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, മഹാമാരികളായിക്കോട്ടെ, ഇതെല്ലാം ആഞ്ഞടിക്കുമ്പോഴും ഇന്നടുത്ത് വെച്ച് വരട്ടെ, നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നീട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അന്നേരം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി നിൽക്കുന്ന ഒരു സർക്കാർ തന്നെയായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അതിലൊരു മാറ്റവും അതിലൊരു സംശയം ഒരാൾക്കും ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്തായാലും പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഇവരുടെ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയണം. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നും എങ്ങനെയാണ് ഇവർ രൂപീകരിക്കാൻ പോകുന്നതെന്നുമൊക്കെ നമുക്ക് കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് സ്വകാര്യതയോടുകൂടി, അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഒരുക്കാനായിട്ട് സാധിക്കണം. സ്വാതന്ത്ര്യത്തോടുകൂടി, അഭിപ്രായ സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതെല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കണം. ഒരിക്കലും BJPയുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് കളിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന കൊങ്ങികൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.